തെരഞ്ഞെടുപ്പിന്റെ ഈ അലയൊളികൾ നടക്കുന്നതിനിടയിൽ ചില കുഴിഞ്ഞുപോക്കുകൾ നടന്നു. ഇപ്പം ഐഷ പോറ്റിയെ പോലെ അല്ലെ ജി സുധാകരനെ പോലെയൊക്കെ ഉള്ളവർ കൂറുമാറി UDF-ലോട്ട് ചേർന്നിരുന്നു. ഈ ഒരു മാറ്റം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സമയത്ത് UDF-ന് ഗുണം ചെയ്യൂ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഒന്നാമത്തെ കാര്യം ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഒരിക്കലും അടിസ്ഥാനപരമായി UDF-കാരല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കാരല്ല. അതാണ് ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഒന്ന് ഐഷ പോറ്റി പറയാം, ഒന്ന് ജി സുധാകരനെ പറയാം, പിന്നൊന്ന് വി കുഞ്ഞികൃഷ്ണനെ പറയാം, മറ്റൊന്ന് TK ഗോവിന്ദൻ മാസ്റ്ററെ പറയാം, പിന്നെ വേറൊരാൾ PK ശശി. ഇങ്ങനെ ഇത്രയും പേരെ നമുക്ക് പറയാം. ഇവരെല്ലാവരും നോക്കിയോളൂ, ഇവരെല്ലാം അടിസ്ഥാനപരമായി ഇവർ കോൺഗ്രസ്സുകാരേ അല്ല, അല്ലെങ്കിൽ UDF-കാരേ അല്ല. അപ്പം ഒരു UDF-കാരനല്ലാത്ത ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വങ്ങൾ, ദേശീയ നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണെങ്കിൽ തന്നെയും അവിടെ മത്സരിക്കാനായി കൊണ്ട് നിർത്തുമ്പോൾ ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് പ്രാദേശികമായി കോപ്പ് കൂട്ടിക്കൊണ്ട് പ്രാദേശികമായി മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു നേതാവിൻ്റെ യോഗ്യതയുള്ള ഒരാളുടെ. കാരണം ഇപ്പം ഏതൊരു മണ്ഡലത്തിലാണെങ്കിലും, ഇപ്പോൾ കൊട്ടാരക്കരയാണെങ്കിൽ തന്നെ നേരത്തെ ബാലഗോപാലിനെതിരായിട്ട് രശ്മിയാണ് മത്സരിച്ചത്. അപ്പം പുള്ളിക്കാരി പിന്നെ ഇത്തവണയും ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ നിൽക്കുക. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ബാലഗോപാൽ MLA മാത്രമായിരുന്നു. അതിനുശേഷം ഇത്തവണ മത്സരിക്കുമ്പോൾ മന്ത്രിക്കെതിരായിട്ടുള്ള മത്സരമോ. ആ പറയുന്ന രശ്മിയുടെ പ്രൊഫൈലിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കും. ഇപ്പം കേരളത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണെന്ന് വെച്ചു, കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ വേറൊരു സാധാരണക്കാരൻ BJP അല്ലെങ്കിൽ ഒരു CPM-കാരൻ അവിടെ മത്സരിക്കാൻ തയ്യാറാവും. തോൽക്കും, 100% ഉറപ്പാണ് തോൽക്കും, എന്നാലും മത്സരിക്കും. കാര്യം എന്താ, അവിടെ നാളെ ആ മണ്ഡലത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു മണ്ഡലത്തിൻ്റെ ഇപ്പം അത് ചരിത്രം എഴുതുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചപ്പോൾ ആ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി ഇന്നയാളായിരുന്നു എന്ന് ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. അപ്പം അയാളുടെ പ്രൊഫൈൽ ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭഗവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, നമ്മുടെ വാളയാർ പെൺകുട്ടികളുടെ അമ്മ. ആ വാളയാർ പെൺകുട്ടികളുടെ അമ്മ അവരെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ടാണ് ഇവിടുത്തെ UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത്.